ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഒരു ചിത്ര പ്രദർശനമാണ്. ശ്രീ KV ജനാർദ്ദനൻ്റെ ചിത്ര പ്രദർശനമാണ്. നമ്മുടെ വീടിനടുത്തുള്ളൊരു പബ്ലിക് ലൈബ്രറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പൂത്തിർക്ക ലൈബ്രറിയാണ്. അപ്പോൾ നമുക്ക് ചിത്ര പ്രദർശനം കാണാം. ആദ്യത്തെ ചിത്രം രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു. എല്ലാം ഓയിൽ പെയിൻറ്റിങ്സ് ആണ്. ഓയിൽ പെയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മ്യൂറലാണെന്ന് ഡൗട്ടുണ്ട്. എല്ലാ ചിത്രങ്ങളും വളരെ നന്നായിട്ട് തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് അതൊരു വാട്ടർ കളറാണ്. അതിൻ്റെ അകത്ത് പേരുകൾ കൊടുത്തിട്ടുണ്ട്, ആരാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള. അത് ഇവിടെ ജനാർദ്ദന മാഷിൻ്റെ അല്ലാതെ മറ്റ് ചിത്രങ്ങൾ കൂടി ഉണ്ട്. എല്ലാം എന്ത് നല്ല റിയാലിറ്റി, എന്ത് ക്ലാരിറ്റി ആയിട്ടാണല്ലോ ഓരോന്ന് ചെയ്തിരിക്കുന്നത്. അതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് സംഭവം സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ്. പക്ഷെ എന്നാലും അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കൊക്കെ ആക്കിയിട്ട്. അടുത്തത് അടുത്തൊരു വാട്ടർ കളർ തന്നെയാണ്. അത് സജിത എന്ന് പറയുന്ന ആളാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇതൊരു റിയാലിറ്റി പോലെ തോന്നുന്നൊരു മരുഭൂമിയിലൂടെ ഓട്ടോയ്ക്കായിട്ട് പോകുന്നു. ഭയങ്കര റിയാലിറ്റി ആയിട്ട് തോന്നുന്നു. ഇത് വരച്ചിരിക്കുന്നത് ജനാർദ്ദനൻ മാഷ് തന്നെ വരച്ചേക്കുന്ന ചിത്രമാണ്. അടുത്തത് പെൻസിൽ ഡ്രോയിങ് ആണെന്ന് തോന്നുന്നു. കളർ പെൻസിൽ സജിത. അടുത്തത് നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമല്ലല്ലോ. നമുക്ക് ചിത്രങ്ങളിലേക്ക് തന്നെ നമുക്ക് നോക്കാം, നിങ്ങൾ തന്നെ മനസ്സിലാക്കും. അടുത്തൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വരച്ചാണ്. ഫ്ലവർ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലാണ് വരച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങിന് ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കൊള്ളാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അതിലേക്ക് കിടക്കാത്തത്. ചിത്രങ്ങളെല്ലാം കാണാൻ അടിപൊളിയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുന്നതിൻ്റെ ചിലപ്പോൾ ഒരു 50% ആയിരിക്കും ഉണ്ടാവുള്ളൂ. അതിൽ വളരെ മനോഹരമാണ്. ഇതൊക്കെ ഓരോ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള എന്താ പറയുക പെയിൻറ്റിങ്സാണ്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ശ്രീചക്രയാണ് സംഭവം ഉദ്ദേശിച്ചിരിക്കുന്ന മ്യൂറൽ വർക്ക്സാണ്. വെണ്ണകെട്ട് നിന്ന അതാണോ എന്താണല്ലോ അതേ തോന്നുന്നു കേട്ടോ. അടുത്തത് ചെറിയ ക്ലാസ്സിലെ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി വരച്ചാണ്. ഹാപ്പി നൈറ്റ്. ഇതൊരു പത്തേമാരിയാണ്. ജനാർദ്ദന മാഷിൻ്റെയാണ്. ഒട്ടകങ്ങൾ മാഷിൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ചെറുപ്പത്തിൽ വരയ്ക്കാറുള്ള ഒരു കൊച്ചു പയ്യൻ വരച്ച് 5ാം ക്ലാസ്സിൽ പഠിച്ച പയ്യൻ വരച്ചു. സൂപ്പറാണ്, നല്ല രസമുണ്ടല്ലേ. ബി ഹാപ്പി ഫ്ലൈ ഹൈ, ദേവി കൃഷ്ണ. വരയ്ക്കാൻ ശരിക്കും കഴിവുള്ളവർക്കായിരിക്കും. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന ആൾ വരച്ചാണ്. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വരകളും കുത്തിവരകളൊക്കെ വരയ്ക്കുമ്പോൾ ഇവർക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കുഞ്ഞു കുട്ടികളുടെ ചിത്രങ്ങൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒട്ടകത്തോട് ജനാർദ്ദന മാഷിന് എന്തോ ഒരു ക്രേസ് ഉണ്ടെന്ന്. ഇതെന്തോ ഒരു കൺസെപ്റ്റായിട്ടുള്ള ഇതാണ്. കുഞ്ഞികൃഷ്ണൻ വെണ്ണകെട്ട് തിന്നുന്ന കുട്ടി വരച്ച ചിത്രമാണ്.
കയറ് നെയ്യുന്നതാണ്. സജിത, ശ്രീകൃഷ്ണൻ. വേറെ മോഡലായിട്ടുള്ള പെയിൻ്റാണെന്ന് തോന്നുന്നു, പെയിൻറ്റിങ്ങാന്ന് തോന്നുന്നു. ദിവ്യശ്രീ, സജിത. ഈ സജിത എന്ന് പറയുന്ന ആൾ അവർ ചെയ്യുന്ന കൂടുതലും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ചിത്രങ്ങളാണ് തോന്നുന്നു കേട്ടോ. ഞാൻ അവിടെ കൂടുതൽ കണ്ടത് അത് തന്നെയാണ്. ഇന്നലെ ഇച്ചിരി വർക്കുണ്ടായിരുന്നു, ചെറു ഉറക്കം വരുന്നുണ്ട്. ലക്ഷ്മി ന്യൂയോർക്കിലാണ് അടുത്തത്. നമ്മൾ അമ്പലങ്ങളുടെയൊക്കെ ചുമർ ചിത്രങ്ങൾ. നല്ല കൺസെപ്റ്റാണല്ലോ. കുറച്ച് ചിത്രങ്ങളേ ഉള്ളൂ എങ്കിലും നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് കണ്ടുവരുമ്പോഴേ അതിൻ്റേതായ സമയമെടുക്കും. പെട്ടെന്ന് അടുത്തേക്ക് പോകാൻ പറ്റില്ല. അടുത്ത ഒട്ടകം വന്നിട്ടുണ്ട്. ഒട്ടകം ഈ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ അതിനെ വരച്ച് അത് ആ മരുഭൂമിയിലൂടെ നേരത്തെ കിടന്നു പോയവരുടെ പാദങ്ങളും മണലിൻ്റെ ചുഴികളും എല്ലാം ഒരു ടോയ് ആർട്ട് വന്നിട്ടുണ്ട്. ടോയ് ആർട്ടല്ല, എന്താ പറയുക, ടൈ ആർട്ടാന്ന് തോന്നുന്നല്ലേ. ഇതിന് സ്ട്രിങ് ആർട്ട് എന്നാണ് കഴിച്ച് പറയുന്നത്. സ്ട്രിങ് ആർട്ട് എനിക്ക് മാറിപ്പോയതാണ്, സോറി. കുറച്ച് ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ. മൂന്ന് നാല് ഐറ്റംസ് ഉണ്ട്. കഥകളി, സ്റ്റാൻഡേർഡ് 7. ഈ മാഷിൻ്റെ ശിഷ്യ, അതായത് മാഷ് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇടപെടങ്ങളാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാവാം. വീണ്ടും നൂല് കൊണ്ടുള്ള ആർട്ടാണ്. ഈ ഹാള് വരുന്നത് ചേറ്റുകുടി ശ്രീ CC മണി മെമ്മോറിയൽ ഹാളിലാണ്. പൂത്തൃക ലൈബ്രറിയിലെ പബ്ലിക് ലൈബ്രറിയിലെ ഈ ഹാളിലാണ് ഇപ്പം നിലവിൽ വരെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നമ്മുടെ 70-ാമത്തെയോ 75-ാമത്തെ എന്തോ വാർഷികമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചിത്ര പ്രദർശനോട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ലക്ഷ്മിയെ വരച്ചാണ്. കുതിര, ഒരു കലിപൂണ് നിൽക്കുന്ന കുതിരയുടെ ഒരു കൺസെപ്റ്റാണ്. കാട്ടുകുതിര. അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. മറ്റൊരു മുകളിലുള്ള കുതിരയാണത്. അതും അക്രിലിക് തന്നെയാണെന്ന് തോന്നുന്നു. അത് വേറെന്തോ പെയിൻറ്റിങ്ങാണ്, ഓയിൽ പെയിൻറ്റിങ്ങാണ്. ഓയിൽ പെയിൻറ്റിങ്ങാണ്. അതിലൊരു ഒട്ടകം ഉണ്ടെന്ന് തോന്നുന്നു. ലാൻഡ്സ്കേപ്സാണ് കൂടുതലും. ഏതൊരു കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം രാജവംശം, അറബിക്. യെസ്, അക്രിലിക്കാണ്. ഗണപതിയും കൃഷ്ണനും നമ്മുടെ അമ്പലമുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ അടുത്തല്ല, കോട്ടയത്തുള്ള ഒരു അമ്പലമുണ്ടല്ലോ, അതിൻ്റെ ഒരു കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. വേറെ ആൾക്കാർ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. സജിത ചിത്രമാണ്. മുക്കൾ പെയിൻറ്റിങ്. ഇതും സജിത തന്നെയാണെന്ന് തോന്നുന്നു. കൃഷ്ണനുള്ളവരാണ്. അതെ, യെസ്.
അടുത്ത ചിത്രത്തിലേക്ക് പോവാം. അറപ്പി ഒട്ടകമുള്ള കാരണം മിക്കവാറും ജനാർദ്ദന മാഷ് തന്നെ വരച്ചായിരിക്കും. യെസ്, പരുന്താണ്. ലാൻഡ്സ്കേപ്പ് അക്രിലിക് പെയിൻ്റാണ്. ജനാർദ്ദന മാഷ് വരച്ച ചിത്രമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എന്താ പറയുക, ഫ്രെയിംസ് എല്ലാം ചെയ്തേക്കുന്നത് വളരെ അടിപൊളിയാണ്. എല്ലാ ഫ്രെയിംസും ഭയങ്കര എന്താ പറയുക, റിച്ച് ഫീലാണ് എല്ലാ ഫ്രെയിംസിലും. ഏകദേശം നമ്മൾ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് ചിത്രങ്ങളുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് കണ്ട് തീർന്നു വരുമ്പോൾ അതിനതിൻ്റേതായ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.